വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒന്നാമത്തെ പാഠമുണ്ട് കുഞ്ഞുങ്ങളെ. മാത്സ് പക്ഷേ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടില്ല, കാരണം മാത്സ് സെപ്പറേറ്റ് കാരണം ഇങ്ങനെ അത് പെട്ടെന്ന് പറഞ്ഞാൽ തീരാത്ത കൊണ്ട് എല്ലാം നമ്മൾ എഴുതി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും നമ്മൾ പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതങ്ങനെ മാത്സ് സെപ്പറേറ്റ് അങ്ങ് ചെയ്ത് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് നമുക്ക് കേരള പാഠാവലിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവമാണ്. ഏതൊരു പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയത് ആരാണെന്ന് പഠിക്കണം. സുഗതകുമാരിയാണ്. അതിൻ്റെ അർത്ഥം നോക്കൂ കുഞ്ഞുങ്ങളെ. പരിമളം സുഗന്ധം, ലാവണ്യം സൗന്ദര്യം, ജൈവലോകം ജീവലോകം, ദൃശ്യം കാഴ്ച, പന്തീരാണ്ട് 12 വർഷങ്ങൾ കൂടുമ്പോൾ, നിറഞ്ഞുലാവി നിറഞ്ഞു പരന്ന്, പൂങ്കടൽ പൂക്കൾ നിറഞ്ഞ കടൽ, വിസ്മയ ദൃശ്യം അത്ഭുത കാഴ്ച, മനോജ്ഞം മനസ്സിനെ ഹരിക്കുന്ന. നമുക്ക് പെട്ടെന്ന് എല്ലാ ചാപ്റ്ററും എടുക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ വായിച്ച് പോവുകയാണ്. നിങ്ങൾ എവിടെയാണോ എഴുതാത്ത ഇതുവരെ നോട്ട് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാഠം അതാ. ഇനി ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ഫസ്റ്റ് ചോദ്യം അതാ കുഞ്ഞുങ്ങളെ. കണ്ടോ, മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിന് എന്തെല്ലാമാണുള്ളത്? മൂന്നാറിലെ മലനിരകൾ പൂക്കൾ നൃത്തമാടുന്നു. കാറ്റിൽ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുകയാണ്. ആ നൃത്തത്തിന് സംഗീതവും ആയിരം തേനീച്ചകളുടെയും വണ്ടുകളുടെയും പതിഞ്ഞ സ്വരത്തിലുള്ള മൂളലുമുണ്ട്. ചെറുകിളികൾ ചിറകടിച്ച് താളമിടുന്നുണ്ട്. ഇളം കാറ്റ് കുളിരുമായി തഴുകുന്നുണ്ട്. മധുര സ്വപ്നത്തിലുള്ള ആരുടെയോ ചിരികളുണ്ട്. പിന്നെ ആ ചിരി വനദേവതമാരുടെയോ ചെറുനീരുറവുകളുടെയോ ആവാം. അങ്ങനെ അവിടെ ഒരു നൃത്തോത്സവം നടമാടുകയാണ്. ഒന്നാമത്തെ ചോദ്യം കേട്ടോ. കേരള പാഠാവലിയുടെ ഒന്നാമത്തെ പാഠം കുഞ്ഞുങ്ങളെ. ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അടുത്ത എഴുത്തുകാരി എല്ലാം മറന്ന് നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നീലക്കുറിഞ്ഞി പൂക്കളിലെ തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ പൂക്കളുടെ ഇതളുകളിൽ ഇരുന്ന് മയങ്ങുന്നു. പിന്നെയോ, ആ വണ്ടുകളുടെ നീലക്കറുപ്പ് നിറമുള്ള ശരീരമാകെ മഞ്ഞപ്പൊടി പറ്റിയിരിക്കുന്നു. അവിടുത്തെ വായുവിൽ പറഞ്ഞറിയിക്കാനാവാത്ത സുഗന്ധം അരിച്ചിറങ്ങുന്നു. ആ മലഞ്ചെരുവിൽ വസന്തം വന്ന ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. ഇതെല്ലാം കണ്ട് എഴുത്തുകാരി ആ സൗന്ദര്യ ലോകത്തിൽ സ്വയം മറന്ന് നിന്നു. മൂന്നാമത്തെ ചോദ്യം. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കൾ മണ്ണിൽ വീഴുന്നു. അവ മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു 12 വത്സരം കഴിയും വരെ ആ മണ്ണിൽ കാത്തു കിടക്കുന്നു. അതൊരവസ്ഥയാണ്. വീണ്ടും കിളിർത്തു പൂക്കാനുള്ള ഒരു തപസ്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്തത്. ഈ മനോഹാരിത നമുക്ക് വേണ്ടി അല്ലേ? പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? നീലക്കുറിഞ്ഞികൾ പൂവിട്ട് പ്രകൃതികൾ മനോഹരമാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയല്ലെന്ന് എഴുത്തുകാരി വ്യക്തമാക്കുന്നു. തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്ക് വേണ്ടിയും പിന്നെ പേരറിയാത്ത കോടാനുകോടി പ്രാണികൾക്ക് വേണ്ടിയുമാണെന്ന്. അടുത്തത്. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നോക്കിയേ. പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഇതളടർന്ന് താഴെ പതിക്കുന്നു. അതിൽ ഇതളെല്ലാം ചെറിയ കാറ്റിൽ പറന്നു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഉരിവെച്ച്, അതായത് പൂക്കളെല്ലാം കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമാകുന്നു. എല്ലാം നിശ്ചലം, എവിടെയും നിശബ്ദം കേട്ടോ. അഞ്ചാമത്തത്. അപ്പോൾ ആ പാഠത്തിനകത്തിൽ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആൻസർ ആവും ഞങ്ങളെ. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവണ്യ ദൃശ്യോത്സവം നമ്മുടെ സുഗതകുമാരിയുടെയാണ്. അർത്ഥമുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. അത് പ്രധാനമായിട്ട് അതങ്ങ് എഴുതിയെടുക്കണം. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തത് 2 ഞാൻ എഴുതിയില്ല കേട്ടോ. മൂന്നാമത്തെ പാഠാവും ഞങ്ങളെ. അടുത്തത് മനസ്സിലെ കിളി. രണ്ടാമത്തത് ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ എഴുതിയായിരുന്നു. എവിടെയാണെന്ന് കാണുന്നില്ല കുഞ്ഞുങ്ങളെ. നോക്കിയേ. മനസ്സിലെ കിളി. പൂന്തോട്ടത്തിൽ പിക്കിലു കേട്ടോ. മനസ്സിലെ കിളി എന്ന് പറയുന്ന ചാപ്റ്ററാണ് മൂന്നാമത്തത്. നമ്മളെല്ലാ പാഠവും പറയുന്നതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ ലിങ്കും ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാ പാഠത്തിൻ്റെയും നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട്. ഇത് എല്ലാ ചാപ്റ്ററിൻ്റെയും കേട്ടോ, എല്ലാ വിഷയത്തിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയുന്നത്. മനസ്സിലെ കിളി. പൂന്തോട്ടത്തിൽ പിക്കിലുവിനെ എതിരേറ്റത് ആരെല്ലാം? പിക്കിലു ആണ്. പ്രഭാതത്തിൽ പൂന്തോട്ടത്തിൽ എത്തിയ പിക്കിലുവിനെ എതിരേറ്റത് കുയില്, വായാടിക്കിളി, ബുൾബുള്, തത്ത. ഗേറ്റിനു വെളിയിൽ ഇറങ്ങിയപ്പോൾ 2 മൈനയും വന്നു. അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച എന്തെല്ലാമായിരുന്നു? അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്ന ഒരു മൈനയാണ്. ആ മൈനയുടെ ഒരു കാല് ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നു എന്നാണ്. അടുത്തത്. കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത്?
എങ്ങനെയെങ്കിലും മൈനയെ മോചിപ്പിക്കണമെന്ന് ഈ പിക്കിലു വിചാരിച്ചു. അവനൊരു കസേര കൊണ്ടുവന്ന് ഈ കൂട്ടിന് താഴെ ഇട്ടിട്ട് അതിൽ കയറി കൂടിൻ്റെ വാതിൽ തുറന്ന് മൈനയെ പുറത്തെടുത്തു. അതിൻ്റെ കാലിൽ നിന്നും ചങ്ങല അഴിച്ചു മാറ്റി അതിനെ മൃദുവായിട്ടൊന്ന് തലോടി. അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ തൈലം പുരട്ടി. അല്പനേരം അതിനെ ലാളിച്ച ശേഷം മൈനയെ പൂന്തോട്ടത്തിൽ വിടുകയും ചെയ്തു. കേട്ടോ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പറയുന്നത് ആ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. കാരണം എന്താണ്? എന്നാൽ ഇതിനെ അങ്ങനെ ലാളിച്ച ശേഷം മൈനയെ പൂന്തോട്ടത്തിൽ അങ്ങ് വിട്ടു. എന്നാലും പിക്ലു ദുഃഖത്തിലായിരുന്നു. കാരണം എന്താ നിങ്ങളെ, ഞാൻ വിട്ടയച്ച മൈന അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുമോ? അല്ലേ, അതിന് വയ്യാത്തതാണ്, അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ എന്നോർത്താണ് പിക്ലു ദുഃഖിതരായത്. കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. പിക്കിലുവിൻ്റെ സന്തോഷ അനുഭവം എന്തായിരുന്നു എന്നാ കുഞ്ഞുങ്ങളെ? താൻ കൂട്ടിൽ നിന്നും തുറന്നു വിട്ട മൈന അതിൻ്റെ അമ്മയുമൊത്ത് പൂന്തോട്ടത്തിൽ മരക്കൊമ്പിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് അവൻ്റെ മനസ്സ് നിറഞ്ഞത്. ആ കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? ആദ്യമേ പൂന്തോട്ടത്തിൽ പിക്കിലുവിനെ എതിരേറ്റത് ആരൊക്കെയായിരുന്നു? രണ്ടാമത്തെ അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു എന്തായിരുന്നു അവിടെ കണ്ടത്? മൂന്നാമത് കാട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്തൊക്കെയാ ചെയ്തത്? ഈ പിക്കിലു എന്തെങ്കിലും ചെയ്തായിരുന്നോ? അതിനെ അല്ലേ? എന്നാൽ പിക്കിലു ദുഃഖിതനായിരുന്നു. എന്തുകൊണ്ടാണ്? പിന്നോ പിക്കിലുവിന് സന്തോഷം വന്നത് എന്തുകൊണ്ടാണ്? താൻ അന്ന് കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട മൈന അതിൻ്റെ അമ്മയുമൊത്ത് പൂന്തോട്ടത്തിൽ മരക്കൊമ്പിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ഒരുപാടങ്ങ് നിറഞ്ഞു എന്നല്ലേ? പിക്കിലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? പിക്കിലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? നോക്കൂ നിങ്ങളെ, കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് പിക്കിലു എന്നും ഉറക്കമുണരുന്നത്. അന്ന് രാവിലെ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ആദ്യം കിളികളെ ഒന്നും കണ്ടില്ല. അത് അവൻ്റെ മനസ്സിനെ അശാന്തമാക്കി. എന്നാൽ പിന്നീട് മരക്കൊമ്പിൽ അമ്മയോടൊപ്പം താൻ തുറന്നു വിട്ട ആ മൈന പാട്ടുപാടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലെ കിളി ആനന്ദിച്ചു എന്നാണ്. കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പിക്കിലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് അങ്ങ് പറത്തി വിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? നോക്കൂ നിങ്ങളെ, പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലടച്ചു. അതിൻ്റെ കാല് കെട്ടി വെച്ചു. പിക്ലു മൈനയെ ശ്രദ്ധിച്ചു. അത് ഒന്നും തിന്നാതെ കരയുകയായിരുന്നു. ആ കരച്ചിൽ കൊണ്ട് പൂന്തോട്ടത്തിലെ കിളികൾ ആരും വന്നതുമില്ല. ഇതെല്ലാം അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അതിനാൽ പിക്ലു എന്ത് ചെയ്തു? കൂട്ടിലെ കിളിയെ അങ്ങ് തുറന്നു വിടാൻ തീരുമാനിച്ചു. കേട്ടോ, അടുത്തത് ഇത് നമ്മൾ സ്പീഡിൽ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ചു വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്ത് എഴുതാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. പക്ഷികളെ കൂട്ടിലടച്ച് പക്ഷി സ്നേഹം എന്ന് പറഞ്ഞ് പലരും വളർത്താറുണ്ട്. അത് പക്ഷികളോടുള്ള സ്നേഹമല്ല, അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നാണ്. ഇല്ലയോ കുഞ്ഞുങ്ങളെ? അല്ലയോ? ശരിയല്ലേ? പക്ഷികളെ കൂട്ടിലടച്ച് പക്ഷി സ്നേഹം എന്ന് പറഞ്ഞ് പലരും വളർത്താറുണ്ട്. അത് പക്ഷികളോടുള്ള സ്നേഹമല്ല, അത് അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. പക്ഷികൾക്ക് സ്വതന്ത്രമായി പറന്നു നടക്കാനും അല്ലേ അതിൻ്റെ ഇണയെ കണ്ടെത്താനും കൂട്ടുകൂടാനുമുള്ള അവസരം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷികളുടെ കൂട് എന്ന് പറയുന്നത് ആകാശമാണ്. അതിനാൽ വിനോദത്തിന് വേണ്ടി പോലും നാം അതിനെ കൂട്ടിലടക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് പോലെയാണ് അതെന്നാണ്. കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഇല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതാണ് മലയാളത്തിൻ്റെ ഫസ്റ്റ്. കേട്ടോ, മലയാളം ഫസ്റ്റ് അത്രയാവും കുഞ്ഞുങ്ങളെ. ഇനി അടുത്ത മലയാളം സെക്കൻഡ് നമുക്ക് എടുക്കാം. മലയാളം സെക്കൻഡ് മീൻസ് അടിസ്ഥാന പാഠാവലി എന്നാണ്. കേട്ടോ, അടിസ്ഥാന പാഠാവലിയുടെ ഒന്നാമത്തെ പാഠം ഗ്രാമശ്രീകൾ എന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? ഗ്രാമശ്രീകൾ. നോക്കിക്കേ, പദപരിചയം. വിശ്വം ലോകം, ചെന്നി നെറ്റി, കുന്തളം തലമുടി, ഉഴുവുക പൂട്ടുക, തൂലിക പേന, മഞ്ജുളം മനോഹരം, ദിഗന്തങ്ങൾ ദിക്കുകൾ, അഞ്ജലി കൂപ്പുകൈ, വൈഭവം സാമർഥ്യം ശക്തി. ഗ്രാമശ്രീകൾ ഗ്രാമത്തിലെ ഐശ്വര്യ ദേവതമാർ. തൂവിരൽ മനോഹരമായ വിരൽ, ഉണ്ണിക്കതിരോൻ ബാലസൂര്യൻ, കുന്തളബന്ധം കെട്ടിവെച്ച മുടി, വരമ്പിൻ കൊതുമ്പ് എന്ന് വെച്ചാൽ വരമ്പിൻ്റെ അരിക്, ചെരിക്കുക വളയ്ക്കുക, നീലനീരാളം നീലപ്പട്ട്. സ്പീഡിൽ പറയുന്നത് നമുക്കെല്ലാം വേണ്ടുന്നതുകൊണ്ടാണ്. ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠം എഴുതിയത് കടത്തനാട്ട് മാധവി അമ്മയാണ്. കേട്ടോ, നോക്കൂ നിങ്ങളെ, അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താ? paper.
കുഞ്ഞുങ്ങളെ, ഒന്നാമത്തത് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? ലോകമാകെ ഒരു വിദ്യാലയമാണെന്ന കാഴ്ചപ്പാടാണ് കവയിത്രി പ്രകടിപ്പിക്കുന്നത്. ലോകവിദ്യാലയത്തിൽ കുട്ടിയും അധ്യാപകനും ഒരാൾ തന്നെയാണ്. ലോകത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമ്മൾ അറിവ് നേടുന്നു. ആ അറിവ് ലോകത്തിലെ വിവിധ മേഖലകളിൽ പ്രയോഗിക്കുന്നു. അവിടെ നിന്നും വീണ്ടും നമ്മൾ അനുഭവങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, ലോകമാകെ ഒരു വിദ്യാലയമാണെന്ന കാഴ്ചപ്പാടാണ് കവിയത്തിൽ പ്രകടിപ്പിക്കുന്നത് അല്ലേ. ലോകവിദ്യാലയത്തിൽ കുട്ടിയും അധ്യാപകനും ഒരാൾ തന്നെയാണ്. ലോകത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവ് നമ്മൾ നേടുന്നു അല്ലേ. ആ അറിവ് ലോകത്തിലെ വിവിധ മേഖലകളിലും നമ്മൾ പ്രയോഗിക്കുന്നു. അവിടെ നിന്നും വീണ്ടും നമ്മൾ അനുഭവങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. ഒരു 5 പഴഞ്ചൊല്ലുകൾ ഏതെങ്കിലും എഴുതാൻ ചോദിക്കും. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിളയും അല്ലേ. കുപ്പായിലും വിള, വിതച്ചത് കൊയ്യും, കള പറിക്കാത്ത വയലിൽ വിള കാണില്ല, അരി എത്രന്ന് വെച്ചാൽ പയറഞ്ഞാഴി കേട്ടോ. നിങ്ങൾക്ക് വേറെ അറിയാവുന്നുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി. നിങ്ങളെ ഏതെങ്കിലും ഒരു 5 പഴഞ്ചൊല്ലുകൾ അറിയണം കേട്ടോ. അടുത്തത്, പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? ഉണ്ണിക്കതിരോന്റെ അല്ലെങ്കിൽ ബാലസൂര്യന്റെ രശ്മികളാകുന്ന പൊന്നുക പാടേറ്റ് വിണ്ണിന്റെ വിളിപ്പാട് സ്ഥലങ്ങൾ ചുവന്നു കഴിഞ്ഞു. പ്രഭാതത്തിൽ തൊട്ടടുത്തായി കാണുന്ന ആകാശം ബാലസൂര്യന്റെ പ്രകാശത്തിൽ ചുവന്നു തുടുത്തു. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തുകളിൽ ഓലേഞ്ഞാലി കിളികൾ കൂവിയാർന്നു. പ്രഭാതത്തിൽ ദിക്കുകൾ ഉണർന്നു. നേരിയ മഞ്ഞ് എവിടെയും മൂടി നിന്നു. പച്ചിലക്കൂട്ടവും പാടവും പാടത്തിൽ കരയിലെ വീടും ചക്രവാളം വരെ എല്ലായിടവും ഒന്ന് കുളിർത്ത് നനഞ്ഞു. തണുത്ത പ്രഭാതം വന്നു കേട്ടോ. ഇതുപോലെ ഇതിനകത്തിലെ ഇത്രയും അങ്ങ് വാരി വലിച്ച് എഴുതുന്നതിലും നിങ്ങളാണിങ്ങനെ സെൻറ്റൻസ് ഓരോന്നും ഞാൻ ഓരോന്നായിട്ട് എഴുതിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5-6 പോയിന്റ് ഇതിനകത്തിൽ എഴുതിയിരിക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കേട്ടോ. നിങ്ങൾ അടുത്ത 4-മത്തെ, കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകളാണെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകളാണെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? വയലുകളിൽ പ്രഭാതം മുതൽ ഞാറ് നടുന്ന ഗ്രാമീണ സ്ത്രീകൾ കേരളത്തെ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ്. അവർ വെളുപ്പാൻ കാലത്ത് തന്നെ നിരനിരയായി പൂട്ടിയൊരുക്കിയ ചെളിവയലിൽ എത്തുന്നു. നിരന്നു നിന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ഞാറ് നടുകയാണ്. അവരുടെ മുമ്പിൽ കവിയത്രി പോലും കൈകൂപ്പുന്നു. അതുകൊണ്ടാണ് അവരെ ഗ്രാമസ്ത്രീകളെന്ന് വിളിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. വയലുകളിൽ പ്രഭാതം മുതൽ ഞാറ് നടുന്ന ഗ്രാമീണ സ്ത്രീകൾ കേരളത്തെ മനോഹരമായ ഒരു ചിത്രമാക്കുകയാണ് അല്ലേ. അവർ വെളുപ്പാൻ കാലത്ത് തന്നെ നിരനിരയായിട്ട് പൂട്ടിയൊരുക്കിയ ചെളി വയലിൽ എത്തുന്നു അല്ലേ. നിരനിരന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് ഞാറ് നടുകയാണ്. അവരുടെ മുമ്പിൽ കവിയത്രി പോലും കൈകൂപ്പുന്നു. അതുകൊണ്ടാണ് അവരെ ഗ്രാമസ്ത്രീകളെന്ന് വിളിക്കുന്നത്. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട്? പ്രകൃതി സൗന്ദര്യം നിറയുന്ന നിരവധി ഗ്രാമങ്ങളുള്ള നാടാണ് കേരളം. ഒരിടത്തു മരങ്ങളും പച്ചിലച്ചാർത്തുകളും അതിൽ പറ്റിയിരിക്കുന്ന ഒലൈഞ്ഞാലി കിളികൾ, മഞ്ഞിന്റെ വെണ്മ കലർന്ന നിറം, പാടങ്ങൾ ഞാറിൽ ശോഭിക്കുന്നു, മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ചെറു വീടുകൾ, ഇതെല്ലാം ഒരു ചിത്രം പോലെ ശോഭിക്കുന്നു. അതുകൊണ്ടാണ് കവി പറയുന്നത് കേരളമേ നീ എത്ര മനോഹരമാണെന്ന്. ഇതൊക്കെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഒന്നും മിസ് ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ 1-മത്തെ അടിസ്ഥാന പാഠാവലിയുടെ 1-മത്തെ പാഠമാണ് ഗ്രാമസ്ത്രീകൾ. ഏത് പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയതാരാന്ന് പഠിക്കണം കേട്ടോ. കടത്തനാട്ട് മാധവി അമ്മ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം മലയാളം ഫസ്റ്റും സെക്കൻഡും നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഹിന്ദിയാണ് കേട്ടോ. ഹിന്ദി നോക്കിക്കേ. 1-മത്തെ പാഠം ഖുദ് സേ പ്യാർ. എന്താ കുഞ്ഞുങ്ങളെ? ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ ആത്മസ്നേഹം. ആത്മാവിൽ നമ്മുടെ ഓരോരുത്തരെയും ആത്മാവിലുള്ള ആത്മസ്നേഹം. ഖുദ് എന്ന് വെച്ചാൽ അപ്പന, സ്വയം. പ്യാർ സ്നേഹ, ലവ്. സൂരജ് സൂര്യൻ, സണ്ണ്. ആഗെന്ന് വെച്ചാൽ ഊർജം. ദുനിയ വിശ്വ, ലോക് വേൾഡ്. പേട് മരം, ട്രീ. ഫൂല് പൂവ്, ഫ്ലവർ. ജല് പാനി, വാട്ടർ ജലം. ബാദൽ ക്ലൗഡ്, മേഘം. ഇതെല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? കാരണം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാവുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അടുത്ത അതിനകത്തിലെ നോക്കൂ നിങ്ങളെ. ഓരോ ക്വസ്റ്റ്യൻ ആൻസറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 1-മത്തെ നോക്കിക്കേ. പ്രശ്ന ഉത്തരം നമ്മൾ വാരി വലിച്ചൊന്നുമില്ല, പ്രധാനപ്പെട്ടത് മാത്രം നോക്കി എഴുതിയേക്കുന്നത് കേട്ടോ. വഹ് ദേ സക്കെ ആകെ യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. ആഗ് എന്നതുകൊണ്ട് എന്താവും നിങ്ങൾ ഇവിടെ അർത്ഥമാക്കുന്നത്? നോക്കിക്കേ. ആഗ് സേ മത്ലബ് എഹ് ഹേ കി ഊർജ്. ആഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഊർജത്തെയാണ് അല്ലേ. യഹ് ഹേ കി ഊർജ്. അപ്പനെ ഊർജ് ദൂസരോം കോ ഫി ദേനെ സേ വേ ഫി എന്താ ഉമ്മിദ് വാല ബെൻ ജാത്തേ ഹേ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഊർജം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതിലൂടെ
അവരും ഉന്മേഷവാന്മാരായി തീരുന്നു. ഉമ്മിതുവാല ഉന്മേഷവാന്മാരായിട്ട് തീരുന്നു എന്നതാണ് കേട്ടോ. അതിൻ്റെ മലയാളവും അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്, ഹിന്ദിയും കിടപ്പുണ്ട്. അപ്പോൾ ഹിന്ദി പഠിക്കുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം നോക്കി പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ നിങ്ങളെ? കേട്ടോ, നമുക്ക് ഇത് സ്പീഡിൽ പോകണം. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി അടുത്തത് दत्त पेड़ का दूसरा शब्द है वह अपना फल दूसरों का देता. അതിൻ്റെ ചോദ്യം എന്താവും നിങ്ങളെ? ദത്ത് അടി ദർത്ത് എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് നോക്കിയേ. ദത്ത് പേട് കാ ദൂസര ശബ്ദകെ. ദത്ത് എന്ന് വെച്ചാൽ മരത്തിൻ്റെ വേറൊരു പേരാകും നിങ്ങളെ. പേട് എന്ന് പറയത്തില്ലേ, അതിൻ്റെ വേറൊരു പേരാണ് ഇവിടെ അവർ അങ്ങനെ പറയുന്നത് കേട്ടോ. വഹ അപ്പന ഫൽ ദൂസരോങ്കോ ദേത്താഹേ. അത് തൻ്റെ പൂക്കളെ ഫൽ അല്ലേ, പൂക്കളെ എന്താ അപ്പന ഫൽ ദൂസറോങ്കാ ദേത്താഹേ, പൂക്കളെ മറ്റുള്ളവർക്ക് നൽകുന്നു. ഫല്ലല്ലേ കുഞ്ഞുങ്ങളെ, അപ്പോൾ അത് ഫ്രൂട്ട്സ് അല്ലേ, ഫൂലല്ലേ പൂവ്. അപ്പോൾ അത് ഫൂലാണ് കേട്ടോ, അവിടെ ഫൂലാക്കണേ. ഓക്കെ, അടുത്ത അതായത് പിന്നെന്താ മത്തലബ് ഹേ ഹരിയാലി സ്വച്ഛ് വായു ഹവ ഛായ ജൈസെ അനേക ഖുഷിയാം ദൂസരോം തക്ക് ബഹും ജാത്താ ഹേ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പച്ചപ്പ് തരുന്നുണ്ട്, ശുദ്ധവായു തരുന്നുണ്ട്, കാറ്റ് തരുന്നുണ്ട്, തണൽ തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നുണ്ട്. ആരാ? മരങ്ങൾ. എല്ലാ വർഷവും ഹിന്ദിയുടെ ഒന്നാമത്തെ പാഠം നമുക്ക് ഈ പേടിനെ കുറിച്ചാണ് കേട്ടോ. 5, 6, 7, 8 എല്ലാം എന്താവും നിങ്ങളെ ഒന്നാമത്തെ പാഠം പേടിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ, നമുക്ക് എല്ലാം ഓടി വരണ്ടേ. ഖുദ്സെ പ്യാർ കർണ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഖുദ്സെ പ്യാർ കർണ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോന്നിനെ കുറിച്ചും എന്തോ അർത്ഥമാക്കുക. ഖുദ്സെ പ്യാർ കർണാഥ അർത്ഥ ഏഹ് ആത്മപ്രേമ കർണ എന്ന് വെച്ചാൽ സ്വയം സ്നേഹിക്കുക എന്നതാണെന്ന്. അതുകൊണ്ട് എന്താ നിങ്ങളെ ഖുദ്സെ പ്യാർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ആത്മപ്രേമ കർണ, സ്വയം ആദ്യമേ സ്നേഹിക്കുക എന്നതാണ്. അതായത് ഇസ്സേ താല്പര്യ ഹേ കി അപ്പനി ഫലായി ഓർ ഖുഷി കെ പ്രതി ആത്മസമ്മാൻ രഖന. അതായത് സ്വന്തം നന്മയും സന്തോഷങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക എന്നതാണ് കേട്ടോ. ചോദ്യവും ഉത്തരവും എഴുതണേ. നോക്കിയേ അടുത്ത വാക്യം, ദുനിയാക്കോ. ഇവിടെ ദുനിയാക്കോ നോക്കിയേ, സൂരജ് ദുനിയാക്കോ പാനി. ഇവിടെ കുറേ എണ്ണം ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിലെ കേട്ടോ. നമ്മളെങ്ങനെ എഴുതും നോക്കിയേ, സൂരജ് ദുനിയാക്കോ ഊർജ് അല്ലേ, സൂര്യനാണ് നമുക്ക് ഊർജം തരുന്നത്. അതുപോലെ പേട് ദുനിയാക്കോ, പേട് നമുക്ക് എന്ത് തരുന്നു? ഫൂല് അല്ലേ. പിന്നെ ബാദൽ ദുനിയ, ബാദൽ നമുക്ക് മേഘം നമുക്ക് എന്ത് തരുന്നു? പാനി തരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, ഓരോന്നും നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ, ഇതൊന്നും തമാശയായിട്ട് കരുതരുത്. എന്താ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുകളാണ്. ഇനി നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പേടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 വരി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. പേടിയേക്ക് വരദാൻ ഹേ, മരം നമുക്ക്, അല്ലെങ്കിൽ പോസ്റ്റർ ചോദിക്കാനോ പ്ലക്കാർഡ് ചോദിക്കാനോ എന്ത് ചോദിച്ചാലും പേടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിയത്തില്ലെങ്കിൽ ഇത് തന്നെ അങ്ങ് എഴുതി വെച്ചാലും മതി കേട്ടോ. പേടിയേക്ക് വരദാൻ ഹേ, മരം നമുക്കൊരു വരദാനമാണ് അല്ലേ. ഏക പക്ഷിയോങ്കാ ഘർ ഹേ, ഇത് പക്ഷികളുടെ വീടാണ്. പേടത് പക്ഷികളുടെ വീടാണ്. പേട് ഹമേം ഫൽ ഓർ ഫൂൽ ദേത്താ ഹേ, മരങ്ങൾ നമുക്ക് പഴങ്ങളും പൂക്കളും തരുന്നുണ്ട് അല്ലേ. ഗർമിമേം ഛായാഫി ദേത്താ ഹേ, ചൂട് സമയത്ത് നമുക്ക് തണൽ തരുന്നതും ആരാ കുഞ്ഞുങ്ങളെ? ആരാ? പേട് അല്ലെങ്കിൽ മരമാണ്. ഒരു മരം നമുക്ക് എന്തൊക്കെയാണ്? ഒരു പെൺകുട്ടി കുറേ മാങ്ങ പെറുക്കിയെടുക്കുന്ന, പക്ഷികളും മൃഗങ്ങളും മരത്തിലിപ്പുണ്ട്, കുറേ മാങ്ങ പൊഴിഞ്ഞു കിടപ്പുണ്ട് എന്നാണ്. അവിടെ ഒരു 4 വരി തന്നിട്ട് അതിൻ്റെ മലയാളം എഴുതാൻ ചോദിച്ചപ്പോൾ എഴുതിയതായിട്ടോ. ഒരു മരം നമുക്ക് എന്തൊക്കെയാണ് അല്ലേ? ഒരു പെൺകുട്ടി കുറേ മാങ്ങ പെറുക്കുന്നുണ്ട്, പക്ഷികളും മൃഗങ്ങളും മരത്തിലുണ്ട്, കുറേ മാങ്ങ അവിടെ പൊഴിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെ. പേടിനെക്കുറിച്ച് ഈ 5 എണ്ണം നല്ലതുപോലെ അറിയണം കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കി കാണിക്കാം. എന്നിട്ട് ഈ 5 പോയിന്റ്, 5 ഇല്ല 4 എണ്ണേ ഉള്ളൂ നിങ്ങളെ, പ്രധാനപ്പെട്ട 4 പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. അപ്പോൾ മലയാളം ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു, ഹിന്ദി കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ഏതാ നോക്കിക്കേ, സയൻസ് ആണ്. നോക്കൂ, ലെറ്റ് സക്സസ് ജൈവ. നമുക്ക് ഒന്നാമത്തെ പാഠം ടുവേർഡ്സ് 100 ഫോൾഡ് എന്ന് അല്ലേ, വിളയിക്കാൻ 100 മേനി. ഇതിൻ്റെ നമ്മുടെ ചാനലിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്, 2 ലിങ്ക് കിടപ്പുണ്ട്. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ. നോക്കിക്കേ, ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, വീടുകളിൽ നിർമ്മിക്കാം കേട്ടോ. ജൈവവളം വീടുകളിൽ നിർമ്മിക്കാം. റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ അത് വേണം. ഡിസ്ട്രോയ് ദ സോയിൽ സ്ട്രക്ചർ, മണ്ണിൻ്റെ ഘടന നശിപ്പിക്കുന്നു. ക്യാനോട്ട് അപ്ലൈ ദ റിക്വയർഡ് കോമ്പോണൻറ്റ്സ് എലോൺ, നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലെറ്റേഴ്സസ് കേട്ടോ.
എന്ന് വെച്ചാൽ വിലയിരുത്താം എന്നുള്ളതിൻ്റെ ആണ് ആദ്യം ഞാൻ തന്നിരിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന ഉചിതമായ രീതിയിൽ എഴുതാൻ എപ്പി കൾച്ചർ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച വളർത്തൽ, റിയറിങ് ഓഫ് ഹണി ബി. ക്യൂണി കൾച്ചർ എന്ന് വെച്ചാൽ റാബിറ്റ് മുയലുകളെ വളർത്തുന്നതാണ്. സെറി കൾച്ചർ എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണ്. ഫിസിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം വളർത്തുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിനകത്തിൽ കേട്ടോ. ഓരോന്നും എന്താണ് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്തത്, ചിത്രത്തിൽ കാണുന്ന പതിവയ്ക്കൽ രീതിയുടെ പേരെന്താണ്? ഒരു പടം തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ടെസ്റ്റിനകത്തിൽ, നിങ്ങൾ ആ ലെറ്റേഴ്സസ് എടുത്ത് നോക്കണം കേട്ടോ. അതിനകത്തിൽ നാഗപതിവെക്കലാണ് പറയുന്നത്, അതായത് എന്താ സെർപെൻറ്റൈൻ ലെയറിംഗ് ആണ്. ഏത് പതിവെക്കലാണ് ആ പടത്തിൽ തന്നതെന്ന് ചോദിച്ചാൽ സെർപെൻറ്റൈൻ ലെയറിംഗ് ആണ് കേട്ടോ. അടുത്തത്, വിച്ച് ലെയറിംഗ് ഇൻ ദീസ് വേ അറ്റ് വിച്ച് പൊസിഷൻസ് ഷുഡ് വി കട്ട് ദ പ്ലാന്റ്സ് എ ബി ഓർ സി? ഈ രീതിയിൽ പതിവെക്കുമ്പോൾ ചിത്രങ്ങൾ കാണിച്ച എ ബി സി എന്നീ സ്ഥലങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടത്? അതൊക്കെ ടെസ്റ്റിനകത്തിലെ ചോദ്യം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ടെസ്റ്റ് എടുത്ത് നോക്കണേ. അത് ബിയിലാണ് കേട്ടോ, ആൻസർ ബിയിലാണ്. എ ബി എന്നിവയിൽ സയൻ സ്റ്റോക്ക് എന്നിവ ഏതാണ്? സയൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സയൻ എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പാണ്, സ്റ്റോക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ടുമാണ് കേട്ടോ. അതറിയണേ. സയൻ എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ കമ്പാണ്, സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഭാഗമാണ് കേട്ടോ. നാടൻ മാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? മൽഗോവ ഈസ് അറ്റാച്ചിങ് ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. വി ഗെറ്റ് ബിഗ് സ്വീറ്റ് മാംഗോസ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, നാടൻ മാവിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? നമ്മുടെ മണ്ണിൽ നന്നായി വളരും, അധികം പരിചരണം അതിന് ആവശ്യമില്ല, മൽഗോവ മധുരമുള്ളതും വലിപ്പമുള്ളതും ഗുണമേന്മയുള്ളതുമായ ഫലം തരുന്നു എന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് ഈ മലയാളം പറയുന്നത്. ഇൻ ദീസ് എനി മെറിറ്റ്സ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് എ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി? നാടൻ മാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത്? വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്നാവും നിങ്ങളെ? ഒന്ന്, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, റിക്വയർ ലിറ്റിൽ കെയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കമ്പ് നട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? നമ്മൾ റോസാപ്പൂവൊക്കെ ഈ കടകളിൽ ഇരിക്കുമ്പോൾ വലിയ പൂവും അല്ലേ, നമ്മളത് കണ്ടുകൊണ്ട് റോസയുടെ കമ്പൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കും. ആദ്യത്തെ 2 വട്ടമൊക്കെ അതങ്ങോട്ട് പോകും ഇല്ലേ, പിന്നെന്താ പിന്നെ പൂവാന്നോ കായാന്നോ ഇല്ലയോ. കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗ്ഗങ്ങൾ, ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ നോക്കി. ഒന്ന്, ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം, പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികൾ കേട്ടോ. ഇതെല്ലാം ടെസ്റ്റിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിടപ്പുണ്ടോ നിങ്ങളെ? ഓരോന്നും എന്തുവാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ചെടികൾ നട്ടു വളർത്തുമ്പോൾ നിരവധി ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തെല്ലാമാണ്? ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ്. ഒന്ന്, ഫെർട്ടൈൽ സോയിൽ, ഫലപുഷ്ടമായ മണ്ണാണോ? പ്രോപ്പർ ഇറിഗേഷൻ, ശരിയായ ജലസേചനമാണോ? ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയാണോ? ക്വാളിറ്റി സീഡ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഗുണനിലവാരമുള്ള വിത്തും നടീൽ വസ്തുക്കളുമാണോ? പ്രോപ്പർ സൺലൈറ്റ്, കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടുമോ? പെസ്റ്റ് കൺട്രോൾ, കീടനാശിനി നിയന്ത്രണം വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ചെടികൾ നട്ടു വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതോ. ഒരു ചെടി കൊണ്ട് നടുമ്പോൾ അതിൻ്റെ മണ്ണ് നല്ലതാണോ, അവിടെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ടോ, അതിന് വെള്ളം ഉണ്ടോ എന്നൊക്കെ തിരക്കിയിട്ട് വേണം ചെടിയും നല്ല എന്ത് വസ്തുവും നമുക്ക് നടാൻ. മനസ്സിലായോ നിങ്ങളെ? അടുത്ത, ലെയറിംഗ് എന്നാൽ എന്ത്? ലെയറിങ്ങിൻ്റെ മലയാളം പതിവയ്ക്കൽ എന്നാണ്. ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാവും നിങ്ങളെ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഈ പാഠത്തിനകത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ലെയറിങ്, ബഡിങ് ഒക്കെ കേട്ടോ. നോക്കിയേ എങ്ങനെയൊക്കെയാണ് നോക്കിയേ പതിവയ്ക്കൽ. സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. ഇത് ആണ്ടാ ടെസ്റ്റ് കിടപ്പുണ്ടോ നിങ്ങൾ? ഇതിന് ഞാൻ വായിച്ച അത്രയും സമയം കളയണ്ട. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് കായിക പ്രജനനം. അടുത്തത്, കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാൽ എന്താണ്? കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അലൈംഗിക പ്രത്യുൽപാദനമാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് എന്നതാണ്. അലൈംഗിക പ്രത്യുൽപാദനമാണ് ഇവിടെ അല്ലേ. വിത്തുകൾ ഉണ്ടാകുന്നത് എപ്പോഴും ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണെന്ന്. അതായത് തണ്ട് വെച്ച് നടുന്നുണ്ട് കുഞ്ഞുങ്ങളെ. കുരുമുളക്, കോവല്, മുന്തിരി ഇതൊക്കെ തണ്ട് അല്ലേ, കമ്പ് വെട്ടിയെടുത്ത് നമ്മൾ നടും. ഭൂകാണ്ഡമുണ്ട്. ഭൂകാണ്ഡം എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇല്ലേ, ഇഞ്ചി എങ്ങനെ എടുക്കുന്നത്? അതിൻ്റെ കുറച്ച് പൊട്ടിച്ചാണ് നമ്മൾ നടുന്നത്. മഞ്ഞളും അതുപോലെ അതിൻ്റെയൊക്കെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്തല്ലേ നമ്മൾ വെക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ വിത്ത് നടുന്നത് ഏതൊക്കെയാ? പയറും ചക്ക, മാങ്ങ അല്ലേ, ഇതിൻ്റെ എല്ലാം
തേങ്ങ ഇതെല്ലാം വിത്താണ് നടുന്നത്. വിത്ത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഫലത്തിൽ നിന്നുമാണ് അല്ലേ? ഫലമുണ്ടാകുന്നതോ അത് ചെടിയിൽ നിന്നുമാണ്. നല്ല വിളവ് ലഭിക്കാൻ എന്തെല്ലാം ചെയ്യണം? നമ്മൾ നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അല്ലേ? വിത്തിന്റെ മേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ല. നോക്കിയോ നിങ്ങളെ, കറിവേപ്പ് നമ്മൾ കറിവേപ്പ് അതിന്റെ വേരെടുത്താണ് നടുന്നത്. ഇഞ്ചി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അതിന്റെ പൂ കാണ്ടം. ഇലമുളച്ചി ചെടിയുടെ ഇലയാണ്, കുരുമുളകിന്റെ തണ്ടാണ്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് അറിഞ്ഞിരിക്കണേ ഓരോന്നും എന്തൊക്കെയാണ്. അതുപോലെ തന്നെ സെർപ്പന്റൈൻ ലെയറിംഗ് എന്നാൽ എന്താണ്? ഒരേ സമയം തന്നെ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കുന്നതിനെയാണ് സെർപ്പന്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. കുരുമുളക്, വെറ്റില, മുന്തിരി ഇതെല്ലാം ഇങ്ങനെ വരുന്നതാണ്. പതിവയ്ക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും, വേഗത്തിൽ പൂക്കുകയും കാക്കുകയും ചെയ്യുന്നുള്ളതാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് അല്ലേ? പതിവയ്ക്കലിന്റെ മലയാളം എന്താവും ഞങ്ങൾ? അത് തന്നെയല്ലേ? ഓക്കെ, ലെയറിങ്. ഇനി ഗ്രാഫ്റ്റിംഗ് എന്നാൽ കമ്പൊട്ടിക്കൽ എന്നാൽ എന്താണ്? നോക്കൂ, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഒട്ടിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വേരോട് കൂടിയതായിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഇനി അതിനകത്തിലെ സോഷ്യലാണ് അല്ലോ. അത് തന്നെ നിങ്ങൾ എ ബ്രാഞ്ച് സെപ്പറേറ്റഡ് ഫ്രം ദ പേരൻസ് പ്ലാന്റ്സ് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ് റൂട്ട് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ. ഉണ്ട്, ഇങ്ങനൊരു പടം തന്നിട്ടുണ്ട്. ഇത് ഏത് നെയിമാണ്, ഏതാണ് ഇതെന്ന് എഴുതാനും ഒക്കെ നമ്മുടെ ഇതിനകത്തിൽ കിടപ്പുണ്ട്. ഇത് നിങ്ങൾ അങ്ങ് എഴുതണേ, ചോദ്യം എഴുതണേ. നോക്കിയേ, ആദ്യം ഇങ്ങനെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ റീഅറേഞ്ച് നമ്മൾ ചെയ്ത് എഴുതണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് പ്ലാന്റ്ലെറ്റ് പ്രൊഡ്യൂസ്ഡ്. ആദ്യമേ നമ്മളത് സെലക്ട് ചെയ്യണം. പിന്നെ പീൽ ഓഫ് ദ ബാർക്ക്, അതിനെ പീൽ ചെയ്യണം അല്ലേ? പിന്നെ കവർ ദ, ഇത് ഏതാവും നിങ്ങൾ ലെയറിങ് കേട്ടോ. അതങ്ങ് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. 2 മെറിറ്റ്സ്, അതിൻ്റെ 2-3 മെറിറ്റ്സും എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാതൃസസ്യത്തിൽ വെച്ച് വേര് മുളപ്പിച്ച ശേഷം മുറിച്ച ഒരു കൊമ്പിന്റെ ചിത്രമാണ് തന്നത്. ഇത്തരത്തിൽ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുടെ പേരെന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മലയാളമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ദാണ്ട് ഇവിടെ ഇതിൻ്റെ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് കണ്ടോ. അത് മലയാളംകാർക്ക് ഈ മലയാളം. അതിൻ്റെ ഒന്നാമത് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയുടെ കൊമ്പ് തിരഞ്ഞെടുക്കുക. രണ്ടാമത് വൃത്തത്തിൽ തൊലി ചെത്തി മാറ്റുക. പീലി എന്ന് വെച്ചാൽ ഇവിടെ വൃത്തത്തിൽ തൊലി ചെത്തി മാറ്റുക. മൂന്നാമത്തെ എന്ത് ചെയ്യും? മണ്ണ്, ചകിരിച്ചോറ് എന്നിവ ചേർത്ത മിശ്രിതം അതിനെ നനവോടെ വെച്ച് കെട്ടുക. നാലാമത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അതിനെ പൊതിയുക. അഞ്ചാമത് കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടുക കേട്ടോ. പതിവയ്ക്കൽ, ലെയറിങ്. ഇപ്രകാരം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ 2 സവിശേഷത എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ പരിചരണം ഇതിനാവശ്യമാണ്. നമ്മൾ എപ്പോഴും നോക്കിക്കോണം അതിൻ്റെ അത് ഒടിഞ്ഞു വീഴുന്നുണ്ടോ എന്നൊക്കെ. നല്ല വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തായാലും അതിന് കാണും അല്ലേ? ലെയറിങ് എന്നാൽ എന്തെന്ന് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അത് ഒരുപാടെടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലെയറിങ് അതിൻ്റെ പ്രോസസ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ലെയറിങ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ ലെറ്റസസിനകത്തിലെ ചോദ്യങ്ങളാണ് ലെയറിങ്. എൻ്റെ 3 ക്വസ്റ്റ്യൻസ് പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഫിസിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോവിങ് ഫ്ലവർ ഫിസിക്കൾച്ചർ ഏതാ? മത്സ്യകൃഷിയാണ് അല്ലേ? സെറികൾച്ചറോ പട്ടുനൂൽ പുഴുവിനെ അല്ലേ? പിന്നെ എപ്പികൾച്ചർ മൂന്നെന്ത് ചെയ്യും നിങ്ങളുടെ? റിയറിങ് ഹണി ബി. ക്യൂണികൾച്ചർ നാലെന്ത് ചെയ്യും നിങ്ങളെ? 4 റിയറിങ് റാബിറ്റ്. ഫ്ലോറികൾച്ചർ 5 ഗ്രോവിങ് ഫ്ലവേഴ്സ്. പിന്നെ പോൾട്രി ഫാം, കോഴി അല്ലേ? 6 റിയറിങ് പോൾട്രി, കോഴിക്കൃഷി. ഇവിടെ എല്ലാം അതിൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എഴുതാതെ നേരത്തെ എഴുതി അങ്ങ് പഠിക്കാമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സൗകര്യം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഫിസിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ റിയറിങ് ഫിഷ് അങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ കിടന്ന് തപ്പി പറക്കണ്ട. അപ്പോൾ പരീക്ഷയ്ക്ക് വയ്ക്കുമ്പോൾ അങ്ങ് വരച്ചാൽ മതി. വേർ ഈസ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ്? KAU സിറ്റുവേറ്റഡ് എവിടെയാണ് കുഞ്ഞുങ്ങളെ? സിറ്റുവേറ്റഡ്. അതിൻ്റെ ആൻസർ എഴുതിയില്ലായിരുന്നു. എൻ്റെ താഴെയുണ്ട്, നോക്കൂ നിങ്ങളെ. മണ്ണൂത്തി, തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ് കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ഈസ് ബീയിങ് കണ്ടക്റ്റഡ് ദെയർ? ഏതൊക്കെയാണ്? കണ്ടക്ട് റിസർച്ച് ഓൺ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്, ആനിമൽസ്, ബേഡ്സ് എക്സെട്ര. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുമാണ് കേട്ടോ. എൻ്റെ ഇംഗ്ലീഷ് ആ ചോദ്യം കണ്ടോണേ. എൻ്റെ ഉത്തരം മലയാളവും ഇംഗ്ലീഷ്.
ഓക്കെ, അതത്രയും മതി കുഞ്ഞുങ്ങൾ കേട്ടോ. സയൻസ് അത്രയും, ഒന്നാമത്തെ പാഠമൊക്കെ അത്രയും ഉണ്ട്. അടുത്ത സോഷ്യൽ ഉണ്ടേ. സോഷ്യല് ബാബറിനെ കുറിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകാം. ഹു എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂള്? 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ബാബറാണ്. ഈ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ബാബർ എസ്റ്റാബ്ലിഷിംഗ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ. ഹു വാസ് ദ ഫേമസ് റൂൾ ഓഫ് മുഗൾ ഡൈനാസ്റ്റി? മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് അക്ബർ. നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. മുഗൾ ഭരണാധികാരികളുടെ പേരുകൾ ഏതെല്ലാമാണ്? നമുക്കറിയാം അതിലെ ബാദ്ഷാ. മുഗൾ ഭരണം വ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഞാൻ ഈയിടെ ഇട്ടതാണ്. ബാബറിനെ കുറിച്ച് 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചു അല്ലേ? ഇത് നമ്മൾ നേരത്തെ ഈയിടെ ഒന്ന് എടുത്തതാവും നിങ്ങളെ. ഡൽഹി തലസ്ഥാനമാക്കി 1857 വരെ മുഗൾ ഇന്ത്യ ഭരിച്ചു. മുഗളിനെ കുറിച്ചൊക്കെ ഉണ്ടോ ഞാനിങ്ങനെ കാണിച്ചങ്ങ് പോകാം. കാരണം ഇത് ഞാൻ ഇപ്പം ഈ ഇടയിൽ ലേറ്റസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇതെല്ലാം എടുത്തിപ്പോൾ ഇട്ടതാ കേട്ടോ. മുഗൾ. അടുത്തത് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ജസിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മതനികുതി നിർത്തലാക്കിയത് അക്ബറാണ് അത് നിർത്തലാക്കിയത്. വിജയനഗരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണദേവരായ, വിജയനഗരം, മംഗോള്. എന്തെങ്കിലും ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടേ സോഷ്യലിൻ്റെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ക്ലാസ് 7 സോഷ്യൽ നമ്മുടെ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തിൽ എന്ന് വെച്ചാൽ അതിനകത്തിൽ എല്ലാ വൺ വേർഡും എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോക്കണേ. വിജയനഗരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗരം ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. അതായത് മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. കൃഷ്ണദേവരായറിനെ വിജയനഗരത്തെക്കുറിച്ച് നോക്കണ്ടേ. മലയാളമൊക്കെ നല്ലപോലെ വായിച്ചാൽ കഥ അറിയാമെങ്കിൽ എഴുതാൻ പറ്റും കേട്ടോ. അദ്ദേഹം ആരായിരുന്നു, എന്തുവായിരുന്നു എന്നൊക്കെയുള്ളത്. വിജയനഗര കിങ്ഡം അതിൻ്റെ ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ ആദ്യം മലയാളം പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ്. അടുത്തത് കൃഷ്ണദേവരായയും അക്ബറും തമ്മിലുള്ള ഡിഫറൻസ്, അവർ തങ്ങളിലുള്ള അതിൻ്റെ മലയാളം എന്താണ്? അമരനായകാസ്. വിജയനഗര. സാലുവ, തുളുവ, അരവിടു ഇതൊക്കെ എന്തോന്നൊന്നും അറിയണേ കേട്ടോ. തുളുവ എന്തോന്നൊക്കെ നല്ലപോലെ അറിയണേ. തുളുവ വിജയനഗര ഭരണ സംവിധാനത്തിലെ സൈനിക മേധാവികളെ അറിയപ്പെടുന്ന പേര്. ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇട്ടതുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ഞാനിത് പാർട്ടായിട്ട് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം നമ്മുടെ ലിങ്ക് ചാനലിൽ കിടപ്പുണ്ട്. അക്ബറിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ അറിയണം. അക്ബർ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതിൻ്റെ മലയാളം, ഇംഗ്ലീഷ്. എല്ലാ മതങ്ങളെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപീകരിച്ച ഒരു ദർശനം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചാപ്റ്ററിൽ. ദിൻ ഇലാഹി. ആരൊക്കെയായിരുന്നു എന്നുള്ളത്. ജസിയ മതനികുതി നിർത്തലാക്കിയത് അക്ബർ ആയിരുന്നു. മുഗൾ ആർമിയെക്കുറിച്ച് ചോദിച്ചാൽ മൻസബ്ദാരി എന്താണ്? മൻസബ്ദാരി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് ഈ മൻസബ്ദാരി കേട്ടോ. അക്ബർ നടപ്പിലാക്കിയ ഒരു സൈനിക സമ്പ്രദായമാണ്. മൻസബ് എന്ന് വെച്ചാൽ എന്താണ്? മുഗൾ ഭരണ രീതിയെക്കുറിച്ച് രാജ്യത്തിൻ്റെ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് അറിഞ്ഞിരിക്കണമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വന്ന എന്തുകൊണ്ടാണെന്നറിയോ?
നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഓണപ്പരീക്ഷയ്ക്കൊക്കെ ഇതൊക്കെ വേണ്ടതുകൊണ്ട് കണ്ടേ മധ്യകാല ഇന്ത്യ. ജെസിയ എന്ന മഗധി ഒത്തിരി എടുത്തത് ജെസിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഖാസിമാർ എന്ന് വെച്ചാൽ ആരാണ്? ഖാസിമാർ ഫത്തേപൂർ സിക്രി, അബുൽ ഫസൽ, ഇതൊക്കെ ആരാ എന്തുവാന്ന്. വിജയനഗരത്തിലെ തലസ്ഥാന നഗരി ഏതായിരുന്നു? ഹംപിയാണ് കേട്ടോ, ഹംപി. ഇത് ഇങ്ങനെ ചോദ്യം തരുന്നിട്ട് എ ബി എന്ന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭരണകാര്യത്തിനായിട്ട് വിജയനഗരത്തിലെ ഏതെല്ലാം രാജ്യത്തെ എത്രയായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത് കേട്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷ്. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങളെയാണ് ഖാൻ ഗാഹുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ ഖവ്വാലികൾ എന്നാൽ എന്താണ്? സിൽസിലകൾ എന്നാൽ എന്താണ്? സൂഫി വിഭാഗക്കാരെ അറിയപ്പെടുന്നതാണ് സിൽസിലകൾ. എല്ലാത്തിൻ്റെയും മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഏതെങ്കിലും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുണ്ട് ഇതെല്ലാം ഓരോ ആക്ടിവിറ്റീസുകളാണ്. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അണ്ടേ ഒന്ന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. എൻ്റെ ആൻസർ എ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു അക്ബർ. ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ. രണ്ട് ഇങ്ങനെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. ആൻസർ നമ്മൾ ഇങ്ങനെയും കൊടുക്കണം. അതിൻ്റെ മലയാളം. എൻ്റെ ലാസ്റ്റ് അതെ മീരാഭായി രാജസ്ഥാൻ ഏതൊക്കെ സ്ഥലത്ത്? രാജസ്ഥാൻ കാരക്കൽ അമ്മയാൽ ഇതെന്ന് തമിഴ്നാട്. ഫഹിനാബായി മഹാരാഷ്ട്രക്കാരിയാണ്. ലാൽദേദ് കാശ്മീരുകാരനാണ്. അതിൻ്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് ആക്ടിവിറ്റീസ് വെച്ചാണ് ഇങ്ങനെ വെച്ചായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഏതാണ്? ഭക്തി പ്രസ്ഥാനം. ഏതാണ്? ദ റൈറ്റിംഗ് ദ അൽവാർസ് കെയിം ടു നോണസ്. ആൾവാർമാരുടെ രചനകളെ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നായിരുന്നു കേട്ടോ. ദ റൈറ്റിംഗ് ഓഫ് ദ നയനാർസിനെ എന്താ തിരുമുറൈകൾ എന്നായിരുന്നു അവരുടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളവും ഉണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളെ സോഷ്യലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും നമ്മൾ സോഷ്യൽ എന്നല്ല മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, ഇംഗ്ലീഷില്ലായിരുന്നല്ലേ, ഹിന്ദി, പിന്നെ നമ്മുടെ സോഷ്യൽ, സയൻസ്, പിന്നെ മാത്സ് ഓൾറെഡി നമ്മൾ പാർട്ടായിട്ട്, കാരണം ഇങ്ങനെ മാത്സ് കാണിച്ചതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്സും പാർട്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ എല്ലാം ഓരോ ചാപ്റ്ററിൻ്റെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കയറി കാണുക കേട്ടോ. ഓക്കെ നിങ്ങൾ താങ്ക് യു.